ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി സേമിയ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത്. ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവോള, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ച് ചില്ലി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ചില്ലി ഇല്ലെങ്കിൽ ടെൻഷൻ ആവേണ്ട, ചില്ലിക്ക് പകരം മുട്ട ചേർത്താൽ മതി. അത് ഈ സ്റ്റേജിലല്ല, ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു ബിരിയാണി ഷോപ്പ് ഉണ്ടെന്ന്, അപ്പോൾ അതിൽ ബാലൻസ് വന്ന ചിക്കൻ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഗ്രേവിയിലുള്ള ചിക്കൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവേ. അപ്പോൾ നമുക്ക് ആദ്യം ചില്ലി വറുത്ത എണ്ണയിൽ തന്നെ ഞാനിവിടെ സവാള ഇട്ട് നന്നായി കുക്കാക്കുന്നുണ്ട് കേട്ടോ. സവാള ഒരുപാട് കുക്കാവേണ്ട, അതിൻ്റെ ഒരു പിങ്കിഷ് കളർ വരുന്നവർക്കൊന്ന് കുക്ക് ചെയ്യാവേ. പിന്നെ ഈ സ്റ്റേജിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ അളവ് കൂടരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് തക്കാളിയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇടാൻ കാരണം കുട്ടികൾ നമ്മൾ പൊതുവേ കഴിക്കില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് അറിയില്ല കേട്ടോ, കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ ഈ സ്റ്റേജിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ മല്ലിയിലയും പുതിനയും ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മസ്റ്റാണ് കേട്ടോ, മറന്നു പോകരുത്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. പിന്നെ മുളക് പൊടി ഞാനിവിടെ ചില്ലി ഓൾറെഡി യൂസ് ആക്കിയതുകൊണ്ട് അതിലെന്തായാലും എരിവുണ്ടാവും. അപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പട്ട ഗ്രാമ്പ് പൊടിയാണ് കേട്ടോ, ഗരം മസാല അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചില്ലി ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള തൈര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ലൈക്കും എനിക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. നിങ്ങളത് ഓരോ സബ്സ്ക്രൈബും ലൈക്കും തരുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാൻ പിന്നെ ഒരു പ്രചോദനം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാവേ. പിന്നെ ഞാനിവിടെ 2 പാക്കറ്റ് എടുത്തത് കൊണ്ട് ഞാനിവിടെ ഈ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് ആണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് മൂടി വെച്ച് നന്നായി അത് തിളയ്ക്കണ വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ തീ വന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കണേ, ഇല്ലെങ്കിൽ വേഗം വെള്ളം വറ്റിപ്പോവും, ഇത് കുക്കാവില്ല കേട്ടോ. അപ്പോൾ 2 പാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മുട്ട യൂസ് ആക്കുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ മുട്ട ഉടച്ചൊഴിച്ച് ഒരു 3 മുട്ട ഉടച്ചൊഴിക്കാം. പിന്നെ ഒരുപാട് അത് മിക്സ് ആക്കാതെ കുറച്ച് വലിയ വലിയ പീസായി കിട്ടുന്ന തരത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നന്നായി മേലെ കുക്കാവാത്ത പോലെ ഉണ്ടെങ്കിലും എന്തായാലും മിക്സ് ചെയ്യുമ്പോൾ കുക്കായിക്കോളും കേട്ടോ. പിന്നെ ഈ സ്റ്റേജിൽ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. താങ്ക്